നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2025 വർഷത്തെ രോഹിണി നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മനുഷ്യഗണത്തിൽപ്പെടുന്ന രോഹിണി നക്ഷത്രം ഇടവം രാശിയിലായി കാണപ്പെടുന്നു. ഈ നാളുകാർ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരും എപ്പോഴും ചിന്തിക്കുന്ന സ്വഭാവമുള്ളവരും പെരുമാറ്റത്തിൽ ആകർഷണീയതയുള്ളവരും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകാത്തവരുമായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിൽ കേവന്മാരായിരിക്കും ഈ നാളുകാർ. പൊതുവെ സത്യസന്ധരും ശുദ്ധരുമായ രോഹിണി നാളുകാർ സുഖലോലുപരും ആഡംബരപ്രിയരും ബുദ്ധിജീവികളും ഈശ്വരാനുഗ്രഹമുള്ളവരുമായിരിക്കും. എഴുത്തുകുത്തിലും കലാരംഗത്തും ശോഭിക്കുന്നവരുമായിരിക്കും ഈ നാളുകാർ. ദൃഢചിത്തതയോടും ആത്മവിശ്വാസത്തോടും പ്രവർത്തിക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ. സ്ഥിര മനസ്ഥിതിയുള്ള ഇവർ ആത്മവിശ്വാസം കൂടുതലുള്ളവരും പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുന്നവരുമാണ്. തികച്ചും സ്വതന്ത്ര ചിന്താഗതിക്കാരായ രോഹിണി നക്ഷത്രക്കാർ പിതാവിനേക്കാൾ മാതാവിനോട് സ്നേഹവും അടുപ്പവും കാണിക്കുന്നവരുമാണ്. ഇവർക്ക് പ്രവർത്തന വിജയം ലഭിക്കുമെങ്കിലും അതിനുവേണ്ടി വളരെയധികം ക്ലേശം അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. 2025 കൂടുതൽ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ രോഹിണി നാളുകാർക്ക് സാധിക്കുന്നതാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഇവർക്ക് ഈ വർഷം സാധിക്കും. മുൻകാലങ്ങളിൽ നേരിട്ടിരുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ 2025 ഈ നാളുകാർക്ക് സാധിക്കുന്നതാണ്. മാർച്ച് മാസം അവസാനം വരെ തുടരുന്ന കണ്ടകശനി വർഷാരംഭത്തിൽ ഇവർക്ക് കുറേയധികം ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെങ്കിലും പിന്നീട് മീനം രാശിയിലേക്ക് മാറുന്നതിനാൽ ശനിഗ്രഹം കൊണ്ടുള്ള ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. വർഷമധ്യം വരെ തൊഴിൽ രംഗത്തും കുടുംബജീവിതത്തിലും ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തുടരുന്നതാണ്. മനസ്സമാധാനക്കുറവും അലച്ചിലുകളും കണ്ടകശനിയുടേതായ മറ്റ് ബുദ്ധിമുട്ടുകളും വർഷത്തിൻ്റെ മധ്യം വരെ രോഹിണി നാളുകാരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. മാർച്ച് മാസത്തിന് ശേഷമായിരിക്കും ഇവർക്ക് ശനിയുടെ പൂർണ്ണമായ ഫലങ്ങൾ പ്രകടമായി വരുന്നത്. കൂടാതെ മെയ് മാസത്തിൽ വ്യാഴം ധനഭാവത്തിലേക്ക് വരുന്നതിലൂടെ സാമ്പത്തികമായി നേരിട്ടിരുന്ന പ്രയാസങ്ങൾ വിട്ടൊഴിയുന്നതാണ്. തങ്ങളുടെ കഴിവും കഠിനാധ്വാനവും പ്രയോജനപ്പെടുത്തി ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ തന്നെ വിജയം കണ്ടെത്തുവാൻ സാധിക്കും. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പേരിൽ മേലധികാരികൾക്ക് വിശദീകരണം നൽകേണ്ടതായ സാഹചര്യമുണ്ടാകും. നാഡീരോഗങ്ങളും വാതസംബന്ധിയായ രോഗങ്ങളും അലട്ടുന്നതാണ്. ദൈവിക കാര്യങ്ങൾക്കായി കൂടുതലായി പണം ചെലവഴിക്കേണ്ടി വരും. കർഷകർക്ക് അനുകൂല സമയമാണ്. കൃഷി മെച്ചപ്പെടുകയും കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിച്ചു വരുന്നതുമാണ്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതിന് ഇവർക്ക് ഈ വർഷം സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാഹചര്യമുണ്ടാകും. കച്ചവട രംഗത്ത് ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകുന്നതാണ്. കൂടാതെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടക്കം കുറിക്കുവാൻ സാധിക്കും. ദീർഘകാലമായ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റുമുള്ള ലാഭവിഹിതം വർദ്ധിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു.
അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. സിനിമ, നാടകം, നൃത്തം തുടങ്ങിയ രംഗത്തുള്ള കലാകാരന്മാർക്കും മറ്റ് കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒട്ടനവധി മികച്ച അവസരങ്ങൾ ഉണ്ടാവുകയും അവർക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. പഴയ ഗൃഹം വിട്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിനോ പഴയ വീട് പുതുക്കി പണിയുന്നതിനോ സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്നുമുള്ള ധനസഹായം ലഭ്യമാകും. വേണ്ടത്ര മുൻകരുതലെടുത്ത് ചെയ്യുന്നതിലൂടെ പല കാര്യങ്ങളിലും വിജയം നേടാൻ കഴിയും. കർമ്മമേഖല കൂടുതൽ മെച്ചപ്പെടുക വഴി ഇവർക്ക് പ്രവർത്തന വിജയം നേടാൻ സാധിക്കുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് അംഗീകാരവും ആദരവും നേടുന്നതിന് സാധിക്കും. ജനസമ്മതി വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായ അച്ചടക്കം പുലർത്തി വേണം എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകേണ്ടത്. വേണ്ടത്ര മുൻകരുതലുകളില്ലാതെ ധനം ചെലവഴിക്കുന്നത് ചിലപ്പോൾ നഷ്ടങ്ങൾക്കിടയാക്കിയേക്കാം. കുടുംബജീവിതം സന്തോഷപ്രദമാവുകയും സകുടുംബം വിനോദ തീർത്ഥാടന യാത്രകൾ നടത്തുകയും ചെയ്യുന്നതാണ്. ലോൺ, ചിട്ടി മുതലായവയിലൂടെ ധനം കൈവശം വന്നു ചേരും. സ്ത്രീകൾ നിമിത്തം ദുഷ്പേര് ഏൽക്കേണ്ടതായ അവസ്ഥ ഉണ്ടാവും. രോഹിണി നാളുകാരുടെ അനുകൂല ദിവസങ്ങളായി പറയുന്നത് തിങ്കൾ, വെള്ളി, ഞായർ എന്നിവയാണ്. പ്രതികൂലമായി പറയുന്നത് ചൊവ്വയും വ്യാഴവും. ഇവർക്ക് അനുകൂലങ്ങളായ മാസങ്ങൾ കർക്കിടകം, ചിങ്ങം, കുംഭം, മീനം എന്നിവയും. ഭാഗ്യദേവത ശ്രീകൃഷ്ണനായ രോഹിണി നാളുകാർക്ക് ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. ദോഷപരിഹാരത്തിനായി ചന്ദ്രനെയും ശുക്രനെയും പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങളും പൂജകളും ചെയ്യുകയും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ച് ദേവീക്ഷേത്രം ദർശനം നടത്തുകയും ചെയ്യുക. ശിവക്ഷേത്രങ്ങളിൽ കൂവളത്തില സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക.